ബിന്ദു മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വളരെ കഠിന പരിശ്രമം നടത്തി കേരള സർവകലാശാലയ്ക്കും MG യൂണിവേഴ്സിറ്റിക്കും NAAC അക്രഡിറ്റേഷനിൽ A++ ആണ് ലഭിച്ചത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് NAAC അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായിട്ടുള്ള A++ സംസ്ഥാനത്തെ 2 സർവകലാശാലകൾക്ക് ലഭിച്ചു. കാലടി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കുസാറ്റ് ഈ 3 സർവകലാശാലകൾക്കും A+ ലഭിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 159ഓളം കലാലയങ്ങൾക്ക് A ഗ്രേഡിന് മുകളിൽ അംഗീകാരങ്ങൾ ലഭിച്ചു. 50 കലാലയങ്ങൾക്ക് A++ ആണ് ലഭിച്ചത്. അപ്പം അത്രയും കാര്യങ്ങൾ മുന്നേറ്റത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത്. നമ്മൾ യാതൊരാൾക്കും പരാതികൾക്ക് ഇടവയ്ക്കാത്ത വിധത്തിൽ സമഗ്രമായൊരു പരിവർത്തനം, കരിക്കുലം പരിഷ്കാരം, അതുപോലെ 4 ഇയർ UG പ്രോഗ്രാം, ഇതെല്ലാം ഏറ്റവും ഭംഗിയായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നത്. ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ ഏറ്റവും മനോഹരമായ നിലയിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിച്ചു. അക്കാദമിക് പ്രവർത്തനങ്ങളും അക്കാദമികേതര പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് നടത്താൻ സാധിച്ചു. പരീക്ഷകൾ കൃത്യമായിട്ട് നടത്താനും റിസൾട്ട് കൃത്യമായി നൽകാനും സാധിച്ചു. ഇതൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ കാര്യങ്ങൾ. ടീമിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചല്ലോ. വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോൾ അത് കീമിനെ പറ്റിയാണ് മന്ത്രി സംസാരിക്കുന്നത്. എനിക്ക് അതൊന്ന് കേൾക്കാം. കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിർവാഹമില്ല. സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. മന്ത്രി ആർ ബിന്ദു ആണ് സംസാരിക്കുന്നത്. കീമിൽ ഒരു നീതികേട് കണ്ടതുകൊണ്ടാണ് സർക്കാർ ഇടപെട്ടത്. അത് പറ്റില്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്.